വയനാട് ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നമുക്കൊപ്പം ചേരുന്നു. റഫീഖ്, ഗുഡ് മോർണിംഗ്. റഫീഖ്, ശരിക്കും ഈ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തത് കോൺഗ്രസിന് ഒരു തിരിച്ചടി തന്നെയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? അല്ല, ഇവിടെ വസ്തുതകൾ നേരത്തെ തന്നെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ബഹുമാന്യനായ NM വിജയേട്ടന്റെ കൈപ്പടയിൽ എഴുതിയ കത്ത് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ, ഏറ്റവും ഒടുവിൽ എന്റെ മരണത്തിന് ഉത്തരവാദി ആരായിരിക്കുമെന്നതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ പ്രതി ചേർക്കപ്പെട്ടേ മതിയാകുള്ളൂ. സ്വാഭാവികമായിട്ട് ഇവരതിന് ഉത്തരവാദികളാണ്. KPCC നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പകൽ പോലെ വ്യക്തമായ തെളിവ് NM വിജയേട്ടൻ വളരെ കൃത്യമായി തന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് എഴുതി വെച്ചതാണ്. ഇപ്പോ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ IC ബാലകൃഷ്ണൻ MLAക്ക് യാതൊരു അവകാശവുമില്ല. അടിയന്തരമായി അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ഉടനടി അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. കാരണം 2 ജീവനുകൾ നഷ്ടപ്പെട്ട വലിയ വിഷയമാണ്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. അതെല്ലാം വെളിച്ചത്ത് വരുന്നു എന്നത് കോൺഗ്രസിന്റെ വികൃത മുഖം ജനങ്ങൾക്കിടയിൽ വന്ന് മനസ്സിലാവുന്ന നിലയിലേക്ക്. എനിക്കൊരു ചെറിയ സംശയം, അതായത് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർത്തു എന്നതിന്റെ പേരിൽ IC ബാലകൃഷ്ണൻ MLA പദം രാജിവെക്കണമെങ്കിൽ ഇപ്പോൾ കേരള നിയമസഭയിൽ പല കേസിലും പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ രാജിവെക്കണമെന്നുള്ളൊരു നിലപാടിലേക്ക് മാറേണ്ടി വരില്ലേ പാർട്ടി? അല്ല, ഇവിടെ തങ്ങളെ പോലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഈ നിലയിൽ സംസാരിക്കരുത്. കാരണം IC ബാലകൃഷ്ണന്റെ മരണത്തിന് ഉത്തരവാദി IC ബാലകൃഷ്ണനാണ് മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചത് ഏതെങ്കിലും ഒരു CPIMന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവല്ല. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി എല്ലാം മറന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ യാതൊരു അത്താണിയും ഇല്ലാതാവുന്ന അവസ്ഥയിലാണ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ ഇവരാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. പോലീസ് വളരെ കൃത്യമായി അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്, ആ മൊഴി വന്നതിന് ശേഷവും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടുള്ളത്. ഇങ്ങനെ ഒരു മരണം നടന്ന സംഭവത്തിൽ അതിൽ 2 മരണം നടന്നിരിക്കുന്നു. തന്റെ മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിജയേട്ടൻ മരണത്തിന് ഇരയായിട്ടുള്ളത്. മറ്റേതെങ്കിലും കേസുകൾ പോലെ താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണോ? താങ്കൾ തന്നെ അത് പറയൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 2 പേർ മരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ഇരട്ട കൊലപാതകമാണ്. ആ മരണത്തിന് ഉത്തരവാദികളായിട്ടാണ് IC ബാലകൃഷ്ണന്റെ പേരിപ്പോ. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ തെറ്റിദ്ധരിച്ചു തോന്നുന്നു. അതായത് റഫീഖ്, ഞാൻ ചോദിച്ചതല്ല. അതായത് ഇതേപോലെ ഏതെങ്കിലും ഒരു കേസിൽ, സമാന കേസ് തന്നെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ ഒരാൾ അധികാര സ്ഥാനം ഒഴിയണം എന്ന് പറയുന്ന ഒരു നിലപാടിൽ പാർട്ടി നിൽക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കേസ് CPIMന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. കാരണം ഞങ്ങൾ ഇത്തരത്തിലുള്ള അഴിമതിക്കാരല്ലോ. അതായത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ വന്നത്. ആ വേളയിൽ പ്രതി ചേർക്കപ്പെട്ട സമയത്ത് CPIM സ്വീകരിച്ച നിലപാടെന്താണ്? ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ യാതൊരു കുറിപ്പോ അല്ലെങ്കിൽ പരസ്യമായുള്ള ഇത്തരത്തിലുള്ള തെളിവുകളോ ഇല്ല. എന്നിട്ട് പോലും ആ ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ കുടുംബത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴും കുറ്റക്കാരായ ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഇരകളായവരെ കുറ്റപ്പെടുത്താനാണ് KPCC നേതൃത്വം ശ്രമിക്കുന്നത്. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ 2 ഭരണം, അതും കോൺഗ്രസിന് വേണ്ടി പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരാൾ മരിച്ചിരിക്കുന്നു. അതിന് ഉത്തരവാദി ആരാണെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നു. പോലീസ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ അദ്ദേഹത്തിന്റെ മൊഴിയുടെ ഭാഗമായിട്ടാണ്, അതായത് അദ്ദേഹം ആത്മഹത്യ കുറിപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ വളരെ ഗൗരവമായ വിഷയമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇനി ഒരു നിമിഷം അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് ഇരിക്കാൻ അവകാശമില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. താങ്ക് യു ശ്രീ കെ റഫീഖ്. അദ്ദേഹം വയനാട് CPM ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ റഫീഖ്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ IC ബാലകൃഷ്ണൻ MLA അദ്ദേഹത്തിന് MLA പദം ഒഴിയണം, രാജിവെച്ച് ഒഴിയണം. ഇനി ഒരു നിമിഷത്തിൽ പോലും അദ്ദേഹം MLA ആയിരിക്കാൻ യോഗ്യനല്ല. പ്രത്യേകിച്ച് ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ആര് എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ NM വിജയൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി IC ബാലകൃഷ്ണൻ രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്നാണ് പാർട്ടി വയനാട്ടിൽ നിന്നും നമ്മോട് വിളിച്ചു പറയുന്നത്.